2018 ഈ സംഭവം നടന്ന അന്ന് ചാനൽ ചർച്ചകളിൽ സംസാരിക്കുമ്പോൾ ഫെഫ്കയുടെ സെക്രട്ടറി സംഘടന എന്നും അതിജീവിതയോടൊപ്പം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. എനിക്കിന്നും ഓർമ്മയുണ്ട് ഒരു ചാനലിൽ ആ വിഷ്വലിൽ അദ്ദേഹം പറയുന്നത്. ഞാൻ ഒരുപാട് അഭിമാനത്തോടു കൂടി കണ്ടു. കാരണം ഞാനും കൂടി ചേർന്ന് രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണത്. 7000-ലധികം തൊഴിലാളികൾ, ഇപ്പോൾ ടെലിവിഷൻ സംഘടനയും കൂടിയായപ്പോൾ ഏകദേശം 18,000 20,000 അടുപ്പിച്ച് അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. അപ്പം അതൊരു വലിയ ശക്തിയാണ്. അത്രയും വലിയൊരു ശക്തി ഞങ്ങൾ നിന്നോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിജീവിതയ്ക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ്. അപ്പം അങ്ങനെ ഒരു സംഘടനയുടെ പ്രതിനിധി മാധ്യമങ്ങളിൽ കൂടി വന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ അവളോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പക്ഷെ അധികം വൈകാതെ 3-4 മാസത്തിനുള്ളിൽ അദ്ദേഹം ഈ പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന ആ വ്യക്തിയെ വെച്ച് ഒരു സിനിമ ചെയ്യുന്നു എന്ന് ഞാൻ അന്ന് അറിഞ്ഞു. ബാലൻ വക്കീൽ എന്ന് പറയുന്ന സിനിമയായിരുന്നു. ഞാൻ അപ്പം തന്നെ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഈ പടം ചെയ്യാൻ പാടില്ല, ഇത് നമ്മൾ അവളോട് കാണിക്കുന്ന അനീതിയാണ്. അവളോടൊപ്പം എന്ന് പറയുകയും അവനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ട താപ്പ് നമ്മൾ കാണിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. ജനറൽ കൗൺസിൽ വയ്ക്കാം എന്ന് പറഞ്ഞു. ജനറൽ കൗൺസിലിൽ വെച്ചു. 54 പേരടങ്ങുന്ന ഒരു ജനറൽ കൗൺസിലായിരുന്നു അന്ന് നടന്നത് 2018. അവിടെ വെച്ച് ഞാൻ എൻ്റെ ഈ അഭിപ്രായം ഞാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം, നമുക്കൊക്കെ അറിയാമല്ലോ സംസാരിക്കാൻ വളരെ അതിവിദഗ്ധമായി സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്പീച്ചിന് മുമ്പിൽ ഒന്നുമല്ല. എനിക്കൊന്നും അങ്ങനെയൊന്നും സംസാരിക്കാൻ എനിക്ക് ഏത് ജന്മത്തിൽ സാധിക്കുമെന്ന്. അത്രമാത്രം ന്യായീകരണങ്ങളും അത്രമാത്രം ഭാഷയും അത്രമാത്രം നിയമങ്ങളും എല്ലാം അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരുപാട് ബഹുമാനം ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ബഹുമാനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം കഴിഞ്ഞതോടുകൂടി 54 പേരടങ്ങുന്ന ഒരു ജനറൽ കൗൺസിൽ, 53 പേരും പുരുഷന്മാരായിരുന്നു. ഞാൻ ഒരു സ്ത്രീ മാത്രമേ ആ കൗൺസിലിൽ അന്നും. ഇപ്പോഴും അവിടെ സ്ത്രീകളില്ല. ഇനിയിപ്പോൾ ഞാനിപ്പോൾ കുറേ കാലങ്ങളായിട്ട് സംഘടനയിൽ ഒരു മുഖ്യ ഇതിലൊന്നുമില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. 53 പേരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. സാർ ആ സിനിമ ചെയ്യണം, ഞങ്ങൾ സാറിനോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ എൻ്റെ രാജിക്കത്ത് കൊടുത്തു. 2018 ഞാൻ ഈ സംഘടനയിൽ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് രാജിക്കത്ത് കൊടുത്തു. പിന്നെ 19, 20, 21, 22, 23 വരെ യാതൊരു അനക്കവും ഇല്ല. 23-ൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ഒരു ഇലക്ഷൻ വന്നപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെല്ലാവരും കൂടി എൻ്റെ വീട്ടിൽ വന്നു. ചേച്ചി, ഇത്രയും വർഷങ്ങളായിട്ട് ഡബ്ബിംഗ് അസോസിയേഷൻ മരിച്ചതിന് തുല്യമായിരിക്കുന്നു, ചേച്ചി തിരിച്ചു വരണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ രാജിവെച്ചതാണ്, എനിക്കിനി അങ്ങോട്ട് വരാനുള്ള യാതൊരു ഇതുമില്ല എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, ചേച്ചിയുടെ രാജി സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരുടെയൊക്കെ നിർബന്ധ പ്രകാരം ഞാൻ സംഘടനയുടെ തിരഞ്ഞെടുപ്പിലേക്ക് സഹായിക്കാനായി പോയി. ഞാനൊരു സ്ഥാനത്തേക്കും ഞാൻ മത്സരിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ ഫെഫ്കയുടെയോ ഡബ്ബിംഗ് അസോസിയേഷൻ്റെയോ ഔദ്യോഗികമായ ഒരു സ്ഥാനത്തും ഇല്ല. മറ്റത് ഞാൻ നേരത്തെ വൈസ് പ്രസിഡൻറ്റും ജോയിൻറ്റ് സെക്രട്ടറിയും ആയിരുന്നു 2018-ൽ രാജിവെക്കുമ്പോൾ. അങ്ങനെ സംഘടനയെ ഒന്ന് സഹായിച്ചു, കൂടെ നിന്നപ്പോഴാണ് പറയുന്നത് എൻ്റെ രാജി അവർ സ്വീകരിച്ചിട്ടില്ലായിരുന്നു എന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അതിനുശേഷം ഞാൻ ഫെഫ്കയുമായിട്ട് യാതൊരു സഹവർത്തിത്വം ഇല്ലായിരുന്നു. പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് നിങ്ങളെല്ലാവരും കണ്ടത്. കുറേയധികം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ എന്നെ വിളിച്ചു പറഞ്ഞു, വന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അവിടെ വന്നു. കുറേ സംഭവങ്ങളൊക്കെ അതിനുശേഷം നടന്നു. കുറേയധികം സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ ഇതുപോലൊരു പത്രസമ്മേളനം വിളിച്ചു. നിങ്ങളെല്ലാവരും വന്നു. അതുമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഒരു വുമൺ കോറം രൂപീകരിച്ചു ഫെഫ്ക. അതിൻ്റെ ചെയർപേഴ്സണായിരുന്നു ഞാൻ. അവിടെ ചില ചെറിയ സ്ത്രീകളുടെ പരാതികൾ വന്നിരുന്നു, അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അതെല്ലാം എൻ്റെ അടുത്ത്, സ്ത്രീകളുടെ പരാതികളായതുകൊണ്ട് തന്നെ അതെല്ലാം എൻ്റെ അടുത്തേക്കാണ് വിട്ടത്. അതെല്ലാം സംസാരിച്ച് അതെല്ലാം തീർക്കുന്നുണ്ടായിരുന്നു.
പിന്നീട് തൊഴിൽപരമായ ഒരു സ്ത്രീയുടെ പരാതി എൻ്റെ അടുത്തേക്ക് വന്നു. ആ സ്ത്രീയെ കേൾക്കണം എന്ന് ഞാൻ പറഞ്ഞു. ആ സ്ത്രീയെ കേൾക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനെ ചൊല്ലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം വാക്ക് തർക്കങ്ങളൊക്കെ അന്നുണ്ടായി. ഇതൊരു 3 മാസം മുൻപത്തെ സംഭവമാണ്. അപ്പോൾ എനിക്ക് തോന്നി ഈ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയം കേൾക്കുന്നില്ലേ എന്ന് എനിക്കൊരു സംശയം തോന്നി. അപ്പം നിരന്തരം നമ്മളിങ്ങനെ പോരാടിക്കൊണ്ടേയിരിക്കണം, ഇങ്ങനെ വാക്ക് തർക്കങ്ങളും ഒക്കെ. പക്ഷേ ഭൂരിഭാഗം പുരുഷന്മാരാണ്. അപ്പോൾ അവിടെ ജനറൽ കൗൺസിലിൽ എടുക്കുന്ന തീരുമാനമാണ് അന്തിമ തീരുമാനം. അങ്ങനെ ഞാൻ അന്ന് തന്നെ 3 മാസം മുമ്പ് തന്നെ ഈ വുമൺ കോറം ചെയർപേഴ്സൺ സ്ഥാനം ഞാൻ രാജിവെച്ചു. ആ വിഷയവും പുറത്തൊന്നും വന്നിട്ടില്ല, ഇപ്പോഴും അതും സ്വീകരിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ പിന്നീട് ഞാൻ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. അപ്പം എനിക്കറിയാം ഈ വിഷയവും ഇന്നലെ വിധി വന്ന അടുത്ത സെക്കൻഡ് സെക്രട്ടറി പറയുന്നു അപേക്ഷ കിട്ടിയാൽ ഉടൻ പരിഗണിക്കും. അതങ്ങനെയല്ല പറയേണ്ടത്. അപേക്ഷ കിട്ടിയാൽ ജനറൽ കൗൺസിലിൽ വെക്കും. അല്ലെങ്കിൽ അദ്ദേഹം ഒരു സംവിധായകനായി അല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി ദിലീപ് ഒരു സിനിമയും സംവിധാനം ചെയ്തതായിട്ട് എനിക്കറിയില്ല. അദ്ദേഹം സഹസംവിധായകരുടെ സംഘടനയിലെ മെമ്പറാണ്. അപ്പോൾ ഇത് ഡയറക്ടേഴ്സ്, അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അങ്ങനെയുള്ള ഉണ്ടോ എന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോൾ ആ സംഘടനയുടെ അഭിപ്രായമാണ് പറയേണ്ടത്. അത് ഫെഫ്കയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തി അല്ല പറയേണ്ടത്. ആ സംഘടനയാണ് അയാൾക്ക് അംഗത്വം കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇപ്പം എൻ്റെ സംഘടനയിൽ, ഡബ്ബിംഗ് അസോസിയേഷൻ എന്ന സംഘടനയിൽ ഒരാൾ ഫെഫ്കയുടെ ഭാരവാഹികളോട് പോയി എനിക്ക് ഡബ്ബിംഗ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് വേണം എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നു എന്ന് പറയാൻ ഞങ്ങളുടെ ബൈലോയിൽ അധികാരമില്ല. അതത് സംഘടനകൾക്കാണ് അതിൻ്റെ പരമാധികാരം. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ പരമാധികാരം ആ അസോസിയേഷനാണ്, ആ ഡയറക്ടേഴ്സ് അസോസിയേഷനാണ് അതിൻ്റെ പരമാധികാരം. അതൊന്നും നോക്കാതെ സ്വന്തമായ ഒരു അഭിപ്രായം പറഞ്ഞത് തീർച്ചയായിട്ടും അങ്ങേയറ്റം എനിക്കതിൽ പ്രതിഷേധമുണ്ട്. ഇന്നലെ രാത്രി മുഴുവനും ഉറങ്ങാതെ, അവൾ ഉറങ്ങിയില്ല, ഞാനും ഉറങ്ങിയില്ല. ആ രാത്രി മുഴുവനും ആലോചിക്കുക എന്താണ് ചെയ്യേണ്ടത്. രാവിലെ ഞാൻ ആദ്യം വിചാരിച്ചു ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അയക്കാം. പക്ഷെ ആ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത ഞാൻ അയച്ചാലും അത് അവിടെ കിടക്കും എന്നല്ലാതെ ഇതാരും അറിയാനും ഒന്നും പോകുന്നില്ല. പക്ഷെ എനിക്കിത് അറിയണം, എല്ലാവരും അറിയണം. എൻ്റെ പ്രതിഷേധം, എൻ്റെ ശരി. ഞാൻ ഈ ഒരു അതിജീവിതയ്ക്ക് വേണ്ടി മാത്രമല്ല, ഏതൊരു വ്യക്തിക്കും ഒരു പ്രശ്നം വന്നാൽ പ്രശ്നം അനുഭവിക്കുന്ന ശരിയോടൊപ്പം നിൽക്കുക, സത്യത്തോടൊപ്പം നിൽക്കുക എന്ന് എനിക്കറിയാമോ. എനിക്കിതിൽ ഒരുപാട് നഷ്ടം സംഭവിക്കുമോ അതൊന്നും ഞാൻ ഭയപ്പെടുന്നില്ല. ഞാനിപ്പോൾ 19 വർഷം കഴിഞ്ഞ ഇൻഡസ്ട്രിയിൽ, ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ലാഭവും നേട്ടവും ഒന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. അത് ചെറുപ്പകാലത്തും ഞാൻ നോക്കുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.